സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് മഹാനവമി ആയതുകൊണ്ട് നമുക്കൊരു തേങ്ങാ ബർഫി ഉണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1 തേങ്ങ ചിരകി വെച്ചത്, 2 കപ്പ് പഞ്ചസാര, 1 കപ്പ് കടലപ്പൊടി, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, 1/4 ടീസ്പൂൺ റോസ് എസൻസ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ആയി വരുമ്പോൾ ഇതിലേക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. രണ്ടും മൂത്ത് വരുമ്പോൾ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി ഈ വെള്ളമെല്ലാം വറ്റി ഒരു നൂൽ പാകമാകുമ്പോഴാണ് നമുക്ക് തേങ്ങ ഇടേണ്ടത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഫിയാണ്. നൂൽ പാകമാകുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം. ഇത് മധുരം തിന്നാൻ ആഗ്രഹമുള്ളവർക്ക് ഉണ്ടാക്കി തിന്നാൻ എളുപ്പമാണ്. ഷോപ്പിൽ പോയി വാങ്ങുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ്. നൂൽ പാകമാകുമ്പോൾ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ കുറുകി വരുമ്പോൾ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര ഡ്രൈ ആകുന്നതിന് മുമ്പേ തന്നെ കടലപ്പൊടി ഇട്ട് കൊടുക്കണം. കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒന്നിച്ച് ഇടരുത്. അപ്പോൾ ചിലപ്പോൾ കട്ട കെട്ടിപ്പോകും. അതുകൊണ്ടാണ് കുറേശ്ശെ ഇടണം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് അത് ശരിയായ രീതിയിൽ കലർന്നു വരിക. തേങ്ങയും മധുരവും ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കാൻ എളുപ്പവുമായതുകൊണ്ട് നല്ലതാണ്. കുറച്ച് പശുവിൻ നെയ്യ് ഇട്ട് കൊടുക്കാം.
കുട്ടികൾ കരയുമ്പോൾ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷമാണ്. കടയിലെ മായം കലർന്ന ഭക്ഷണങ്ങൾ വാങ്ങുന്നതിനേക്കാൾ നല്ലതല്ലേ ഇങ്ങനെ ഓരോന്ന് വീട്ടിൽ നിന്നുണ്ടാക്കുന്നത്? ഇത് ഇളക്കിയെടുക്കാൻ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാനും എളുപ്പമാണ്. നിങ്ങൾക്ക് പശുവിൻ നെയ്യ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കാം. നവമി ആയതുകൊണ്ട് കുട്ടികൾ ബുക്ക് പൂജയ്ക്ക് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവർ കുറച്ച് മധുരം കഴിക്കട്ടെ. കാൽ ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ ഒഴിക്കുന്നത് റോസ് എസൻസ് ആണ്. ഇത് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ ഏലക്കായ പൊടി ഇട്ട് കൊടുത്താലും മതി. കേരളത്തിലുള്ളവർ അധികം ഏലക്കായ പൊടിയാണ് ഇടുക. എൻ്റെ കൈവശം എസൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. എൻ്റെ വീട്ടിലുള്ളവർ മധുരം ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടവുമാണ്. ഇനി ഇതിലേക്ക് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ഒരു പരന്ന പാത്രത്തിൽ നെയ്യ് തേച്ച് അതിൽ പരത്തി അമർത്തി വയ്ക്കാം. ശരിയായ പാകത്തിൽ എടുത്തതുകൊണ്ട് പരത്തി വെക്കാനും എളുപ്പമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വെച്ച് അലങ്കരിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.